ഹലോ, നമസ്കാരം. അപ്പം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൽഫ് ലവ്. അപ്പം സെൽഫ് ലവിനെ പറ്റി ഞാൻ പറഞ്ഞു. അപ്പം കുറേ പേര് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഈ സെൽഫ് ലവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതെന്ന്. അപ്പം നമ്മൾ എങ്ങനെ മെയിനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ സ്വയം നമുക്ക് വേണ്ടി എത്ര സമയം നമ്മൾ കണ്ടെത്തും എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അതായത് നമ്മൾ എന്താ ഹെയർ കെയർ ചെയ്യാൻ നമ്മൾ സമയം കൊടുക്കുന്നുണ്ടോ, നമ്മൾ സ്കിൻ കെയർ ചെയ്യാൻ സമയം നമ്മൾ കണ്ടെത്തുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയണ്ടത്, നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെറുപ്പകാലത്ത് നമ്മൾ നന്നായിട്ട് ഡാൻസ് കളിക്കുന്നവരായിരിക്കും, പാട്ട് പാടുന്നവരായിരിക്കും സ്കൂൾ ലൈഫിലൊക്കെ. ഇപ്പോൾ അതെല്ലാം എവിടെയോ മറന്നുപോയി അല്ലേ. അതൊന്നും നമ്മൾ നമുക്ക് ഓർത്തെടുക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു അധ്യായമായിട്ട് പല വീട്ടമ്മമാരും എല്ലാം എന്താ പറയുക സ്വപ്നങ്ങളെല്ലാം കുഴിച്ചു മൂടി അവരുടേതായിട്ടുള്ള ലോകത്ത്, അതായത് ഹസ്ബൻഡിനെ, മക്കളെയും കുടുംബം എന്ന് മാത്രം ചിന്തിച്ച് ജീവിക്കുന്നു. സോ ഇങ്ങനെ ചിന്തിച്ച് ജീവിക്കുന്ന അമ്മമാരാണെങ്കിലും അവർ ഒന്നും ചിന്തിക്കുന്നില്ല. ഈ അമ്മയ്ക്ക് ഒരു കഴിവില്ലാത്ത ഒരാളാണ്. അതേസമയം പപ്പയാണെങ്കിലോ അവർക്ക് അവരുടെ ഇതിൽ പപ്പയാണ് പുറത്ത് പോകുന്നു, ജോലി ചെയ്യുന്നു, അവർക്ക് വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിക്കൊടുക്കുന്നു. അമ്മ എന്താ പറയണ്ടേ, ഒന്നും ചെയ്യാതെ വീട്ടിൽ മടി പിടിച്ചിരിക്കുന്ന ഒരു അമ്മ എന്നുള്ള രീതി നമ്മുടെ മക്കൾക്ക് നമ്മൾ തോന്നൽ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കരുത്. നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് മാത്രമല്ല, നമ്മൾ രാവിലെ ഒന്ന് എഴുന്നേറ്റ് രാവിലെ ഒന്ന് ഫ്രഷപ്പായി ഒരു കുളിച്ച് മുടിയൊക്കെ നന്നായിട്ട് കുളിപ്പിന്നലൊക്കെ ഇട്ട് പൗഡറൊക്കെ ഇട്ട് പൊട്ടൊക്കെ തൊട്ട് നല്ല സുന്ദരിയായിട്ട് രാവിലെ അടുക്കളയിലേക്ക് വരണം. അതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്. നമ്മുടെ ഫസ്റ്റ് റൊട്ടീൻ എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെയാണ് മാറ്റേണ്ടത്. അപ്പം നമ്മുടെ മക്കളാണെങ്കിലും നമ്മുടെ ഹസ്ബൻഡാണെങ്കിലും ഇതെന്താണ് കഥ എന്ന് വിചാരിക്കണം. ആ രീതിയിൽ നമ്മളെ മാറ്റണം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഡാൻസ് ഒക്കെ ചെയ്താലുണ്ടല്ലോ നമ്മുടെ എനർജി ലെവലൊക്കെ ഭയങ്കരമായിട്ട് വർദ്ധിക്കും, നമുക്ക് ആത്മവിശ്വാസമൊക്കെ കൂടും. അപ്പം നമ്മൾ രാവിലെ തന്നെ ഒരു വൈബ് സൃഷ്ടിക്കണം. രാവിലെ തന്നെ നിങ്ങൾക്ക് പോസിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ, അല്ലാതെ നിങ്ങൾക്ക് ക്വിറ്റ് ചെയ്യാം. പക്ഷെ ഞാൻ നമ്മൾ ഇങ്ങനെ സെൽഫ് ലവ് നമ്മളെ സ്നേഹിച്ച് തുടങ്ങുമ്പോഴുള്ള മാറ്റമാണ് ഞാൻ ഇനി പറഞ്ഞു തരാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങളിങ്ങനെ ഡാൻസ് ചെയ്യാൻ പറ്റുന്നവർ ഡാൻസ് ചെയ്യുക, രാവിലെ നന്നായിട്ട് പാട്ട് പാടുന്നവരാണെങ്കിൽ പാട്ട് പാടാൻ അറിയാത്തവരാണെങ്കിലും ഇതൊക്കെ ചെയ്യാം കേട്ടോ, ഒരു പ്രശ്നവുമില്ല. നമ്മുടെ വീട്, നമ്മുടെ സ്വന്തം, നമ്മുടെ ഇഷ്ടം. അവിടെ ആരെന്ത് ചോദ്യം ചെയ്യാനാണ് എന്നുള്ള രീതിയിൽ നമ്മളെ തകർത്ത് നിറഞ്ഞാടിക്കോണം. ഡാൻസ് ചെയ്യാൻ പറ്റുന്നവർ ഡാൻസ് ചെയ്തോണം കേട്ടോ. സ്കിന്നിന് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെക്കണം. മുഖത്തൊരു ഫേസ് പാക്ക് ഇട്ടെന്ന് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കറ്റാർവാഴ ജെല്ല് ഇട്ടെന്ന് വെച്ചിട്ടോ നമുക്കൊന്നും നഷ്ടമില്ല. പക്ഷേ അത് നമ്മുടെ ആത്മവിശ്വാസം നമുക്ക് കൂടും. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളെ ഒന്നിനും കൊള്ളുകയില്ല, എല്ലാത്തിനും നമ്മൾ ഇങ്ങനെ ആയിരിക്കും. നമ്മൾ സ്വയം നമ്മളെ സംസാരിച്ചുകൊണ്ടിരിക്കും, നമ്മളെക്കൊണ്ട് പറ്റുകയില്ല, എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല, എനിക്ക് സൗന്ദര്യമില്ല, അല്ലെങ്കിൽ എനിക്ക് കഴിവില്ല, എനിക്ക് പാടാൻ കഴിവില്ല, എനിക്ക് ഡാൻസ് കളിക്കാൻ കഴിവില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ സ്വയം ഡീമോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും നമ്മളെ. അതേസമയം പരദൂഷണം പറയാനാണെങ്കിലോ അതിന് നല്ല കഴിവാണ്. മറ്റുള്ളവർ കുറ്റം പറയാനാണോ അതിനേക്കാളും കഴിവാണ്. അപ്പം നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ അതൊന്നും ശ്രദ്ധിക്കാതെ നമ്മൾ വേണ്ടാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സമയം കണ്ടെത്തുന്നതും. അത് പറഞ്ഞു കഴിയുമ്പോൾ ഒരു സമാധാനം, എവിടുന്നോ ഒരു സമാധാനം കിട്ടും. പക്ഷെ അത് നെഗറ്റീവായിട്ടുള്ളൊരു ചിന്താഗതിയാണ്. അപ്പം ഈ മറ്റുള്ളവരുടെ കാര്യം കുറ്റം പറയാനും അതിനൊക്കെ നമ്മൾ സമയം കണ്ടെത്തുമ്പോൾ നമ്മളെ തന്നെ സ്വയം നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നിനക്ക് ചെയ്യാനുള്ള എന്തൊക്കെ കാര്യങ്ങൾ നിൻ്റെ മുന്നിലുണ്ടായിട്ടും നീ അതൊന്നും ശ്രദ്ധിക്കാതെ എന്തിനാണ് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇൻ്റർഫിയർ ചെയ്യുന്നത് എന്ന് നമ്മുടെ മനസാക്ഷി നമ്മളോട് ചോദിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പം സ്വയം മാറാൻ ശ്രദ്ധിക്കണം. നമ്മളെ ഇഷ്ടപ്പെട്ട് തുടങ്ങുമ്പം നമ്മുടെ വീട്ടുകാരെ നമ്മളെ ഇഷ്ടപ്പെടും, നമ്മുടെ ഹസ്ബൻഡ് ഇഷ്ടപ്പെടും, നമ്മുടെ മക്കൾ ഇഷ്ടപ്പെടും, നമ്മുടെ കൂട്ടുകാരെ ഇഷ്ടപ്പെടും, എല്ലാവരും നമ്മളെ ഇഷ്ടപ്പെടും. സ്വയം മാറണം. ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇതിൻ്റെ എല്ലാം ഞാൻ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വേർഷൻ ആയിരുന്നു ഞാൻ. എന്നിട്ട് ഞാൻ ഈ ലോ ഓഫ് അട്രാക്ഷൻ വന്നു, സെൽഫ് ലവ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. രാവിലെ ദോശ മറിച്ചിടുമ്പോഴും ഡാൻസ്, ദോശ ചുടുമ്പോഴും ഡാൻസ്, വീട്ടിൽ രാവിലെ ഭയങ്കര എന്താ പറയണ്ടേ, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ മതി മറന്ന് ഞാൻ കിടന്ന് അർമാദിക്കുമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഹസ്ബൻഡും മക്കളും ഒക്കെ ഇങ്ങനെ കാണും, ഇവർക്ക് എന്നുള്ള രീതിയിൽ ഇതാക്കും. ഞാൻ ആരെയും മൈൻഡ് ചെയ്യത്തില്ലായിരുന്നോ. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ എൻ്റേതായിട്ടുള്ള സമയം കണ്ടെത്തും. ഞാൻ എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. അതിനു മുമ്പ് അങ്ങനെയൊന്നുമല്ല, നേരെ ഓപ്പോസിറ്റായിരുന്നു. രാവിലെ എഴുന്നേറ്റ് വന്നതേ പല വീട്ടമ്മമാരെയും ചെയ്യുന്നൊരു കാര്യമാണ്. എന്ത് ദേഷ്യം ഉണ്ടെങ്കിൽ പാത്രങ്ങളിലും, പാത്രം ഇവിടുന്ന് എടുത്തിട്ട് അവിടെ ഇടും, അവിടുന്ന് എടുത്തിട്ട് ഇവിടെ ഇടും, ബേസിനിലേക്ക് കഴുകാനുള്ള പാത്രങ്ങളെല്ലാം ഒന്നിച്ച് കൊണ്ടുപോയി കമത്തിയിടും. എങ്ങനെയെങ്കിലുമൊക്കെ എന്തൊരു നെഗറ്റീവ് എനർജി നമ്മൾ ഫീൽ ചെയ്യും അല്ലേ. രാവിലെ എല്ലാവർക്കും എഴുന്നേറ്റ് വരുന്നവർക്കൊക്കെ ഈ ഒച്ചപ്പാടും ബഹളവും കേട്ടിട്ടായിരിക്കും സാധാരണ ഒട്ടുമിക്ക എല്ലാ ഭർത്താക്കന്മാരും മക്കളൊക്കെ ഏറ്റുവരുന്നത്.
അപ്പം അങ്ങനെ ഉണ്ടായിരുന്നപ്പം അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഉണ്ട് നമ്മളെ ഇഷ്ടപ്പെടാത്തത് കൊണ്ടും നമ്മൾക്ക് വേണ്ടി സമയം കണ്ടെത്താൻ സാധിക്കാത്തതിൻ്റെ എല്ലാം ഈ ഫ്രസ്ട്രേഷനാണ് നമ്മളിത് തീർക്കുന്നത്. ഈ പാത്രങ്ങളിലും മക്കളുടെ മേളിലും ഹസ്ബൻഡിൻ്റെ മേളിലും ഒക്കെ നമ്മളത് തീർത്തുകൊണ്ടിരുന്നത് അങ്ങനെയാണ്. പക്ഷെ നമ്മളെ സ്വയം നമ്മളെ സ്വയം സ്നേഹിക്കാൻ ശ്രമിക്കണം കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കാം, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ട ചോക്ലേറ്റ് വാങ്ങി കഴിക്കാം, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കാം. അങ്ങനെയൊക്കെ നിങ്ങൾ ശീലിക്കണം. കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ട് നന്നായിട്ട് ഒരുങ്ങി നിന്നിട്ട് നിന്നെ കാണാൻ എന്ത് സുന്ദരിയാണ്, നീ എന്ത് നന്നായിട്ട് സംസാരിക്കുന്നു, നീ എന്ത് നന്നായിട്ട് ഡാൻസ് കളിക്കുന്നു, നിനക്ക് എന്തൊക്കെ കഴിവുകളുണ്ട്, അതൊക്കെ നിനക്ക് ചെയ്തുകൂടെ എന്നൊക്കെ നമ്മൾ സ്വയം നമ്മളെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് നമ്മുടെ ആ ചെറുപ്പകാലത്ത് എൻ്റെ പല കൂട്ടുകാർ ഇങ്ങനെ ഞാൻ വീഡിയോസൊക്കെ എൻ്റെ യൂട്യൂബിലൊക്കെ കണ്ടു തുടങ്ങി എങ്ങനെയോ നമ്പർ തപ്പിയെടുത്ത് എന്നെ വിളിച്ച് ഞങ്ങളിങ്ങനെ സംസാരിച്ച് വന്ന കൂട്ടത്തിൽ ഞാൻ ചോദിച്ചു, നീ പാടാറുണ്ടോ ഇപ്പോഴും, കലയെന്ന് അവളുടെ പേര്, നീ പാടാറുണ്ടോ ഇപ്പോഴും എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, പാടാൻ പോയിട്ട് ഇപ്പോൾ ഏത് സമയം ഒരു പാട്ടും ഇല്ല, അതൊക്കെ പോയിടി, അങ്ങനെ അതൊരു കാലം എന്നുള്ള രീതിയിൽ പുള്ളിക്കാരത്തി അങ്ങനെ ഒരു രീതിയിൽ പറഞ്ഞു. അപ്പം എൻ്റെ കെട്ടിയോന് പോലും അറിയത്തില്ല ഞാൻ പാടുന്നെന്നുള്ള കാര്യം, എൻ്റെ കെട്ടിയോന് പോലും എനിക്ക് അറിയത്തില്ല എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ നിനക്ക് എന്ത് കഴിവുണ്ടായിരുന്നാണ്, നിനക്ക് പാടിക്കൂടെ, അല്ലെങ്കിൽ നീ അതിന് പഠിച്ചുകൂടെ, ഇനി മുന്നോട്ട് എന്തെങ്കിലും ചെയ്തുകൂടെ എന്നൊക്കെ ഓർത്ത് അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു. ഞാൻ അവളെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്തു. അത് ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, പല അമ്മമാരും പല വീട്ടമ്മമാരും ഇങ്ങനെയാണ്. കല്യാണം കഴിഞ്ഞ് ഒരു കൊച്ചായി ഇതായി കഴിഞ്ഞു അവരുടെ ജീവിതം. അവർക്ക് പിന്നെ മുന്നോട്ടൊരു ലോകമില്ല. അപ്പം നമ്മൾ ശേഷം മാത്രമേ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കാവുള്ളൂ. അവർക്കൊക്കെ നമ്മൾ രണ്ടാം സ്ഥാനമാണ്. ആദ്യം നമുക്കാണ് നമ്മളെ സ്നേഹിക്കുക, നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുക, നമ്മളെ എങ്ങനെയൊക്കെ നമ്മൾ ഹാപ്പി ആക്കി നിർത്താൻ പറ്റും അങ്ങനെയൊക്കെ നമ്മൾ ശ്രമിക്കണം കേട്ടോ. അതുകൊണ്ട് എല്ലാവരും നാളെ തൊട്ട് പുതിയ ശീലങ്ങൾ തുടങ്ങണം. ഒന്ന് രാവിലെ എഴുന്നേൽക്കുക, ഒരു 2 മിനിറ്റ് എക്സസൈസ് ചെയ്യുക, നമ്മുടെ ആ ഒരു ബോഡി ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. കുറച്ച് ഓയിലി ആയിട്ടുള്ള ഫുഡുകളൊക്കെ അവോയ്ഡ് ചെയ്യുക, കൂടുതൽ വെജിറ്റബിൾസ് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക, നന്നായിട്ട് വെള്ളം കുടിക്കുക, പിന്നെ എന്താ പറയണ്ടേ, ചുമ്മാ സമയം കിട്ടുമ്പോൾ ഒക്കെ ഒന്ന് നടക്കാൻ പോകും, എല്ലാം ഒറ്റയ്ക്ക് വേണം ചെയ്യാൻ. നമ്മൾ സ്വയം ഇങ്ങനെ ഒരു പ്രകൃതിയായിട്ടൊക്കെ ഒന്ന് ഇണങ്ങി ഒന്ന് നടന്നൊക്കെ വരിക, നമ്മുടെ മനസ്സിനൊക്കെ അത് ഭയങ്കര ഒരു ആശ്വാസമാണ് കിട്ടുന്നത്. അല്ലാതെ ഫുൾ ടൈം നമ്മൾ ഈ മൊബൈൽ നോക്കി സ്ക്രോൾ ചെയ്തിരുന്ന് അങ്ങനെ ഇരുന്ന് നമ്മൾ മടി പിടിച്ച് പോവുകയുള്ളൂ. നമുക്ക് ഒരുപാട് കഴിവുകൾ നമ്മൾ ചിന്തിച്ച് നോക്കണം. നമ്മൾ ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്, എത്ര ആക്റ്റീവായിട്ടുണ്ടായിരുന്ന ആൾക്കാരാണ് ഇപ്പോൾ ഒന്നും ചെയ്യാൻ വയ്യാതെ ചുമ്മാ ഇങ്ങനെ വീട്ടിൽ കുത്തിയിരിക്കുന്നത്, അതൊക്കെ ഓർക്കണം. എന്നിട്ട് നമ്മൾ സ്വയം സ്നേഹിക്കുക, നമുക്ക് വേണ്ട സ്കിൻ കെയർ ചെയ്യണം, ഹെയർ കെയർ ചെയ്യണം, ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിരിക്കും. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് വേറെ ലെവലായി പോവും. അതല്ലെങ്കിൽ നമുക്കിങ്ങനെ ഭയങ്കര സങ്കടവും വിഷമവും, ആരും നമ്മളെ ഇഷ്ടപ്പെടത്തില്ല, എല്ലാവരും നമ്മളെ കുറ്റം പറയുകയാണ്, അല്ലെങ്കിൽ നമ്മളെ ആരും സ്നേഹിക്കുന്നില്ല, മക്കളെ സ്നേഹിക്കുന്നില്ല, വീട്ടുകാർ സ്നേഹിക്കുന്നില്ല, ഹസ്ബൻഡ് സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ 100 കൂട്ടം പരാതിയായിട്ട് ജീവിക്കുന്നതിന് പകരം നമ്മളെ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ മറ്റുള്ളവർ നമ്മളെ സ്നേഹിച്ചു തുടങ്ങും. അത് നമ്മുടെ തെറ്റിദ്ധാരണയാണ്, അവർ നമ്മളെ സ്നേഹിക്കുന്നില്ല എന്ന് നമ്മുടെ തെറ്റിദ്ധാരണയാണ്. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടാവുകയില്ല, അവർക്ക് നമ്മളോട് ഇഷ്ടം തന്നെ ഉണ്ടാവും. പക്ഷെ സ്വയം നമ്മൾ അങ്ങനെ പറയുകയാണ്, നമുക്ക് തന്നെ നമ്മളെ ഇഷ്ടമില്ല, പിന്നെ മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കുമോ? അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാവരും എന്താ പറയണ്ടേ, ശ്രദ്ധിക്കണം കേട്ടോ. സെൽഫ് ലവ് ചെയ്യണം. കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് നിങ്ങൾ തന്നെ നിങ്ങളെ സ്വയം പുകഴ്ത്തുക, നിങ്ങളെ അഭിനന്ദിക്കുക കേട്ടോ. ഇതൊക്കെ ചെയ്യുന്നത് നമ്മുടെ ആത്മവിശ്വാസം 10 മടങ്ങായിട്ട് വർദ്ധിക്കും. അപ്പം എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്തു നോക്കണം. അപ്പം നാളെ വേറൊരു സബ്ജക്റ്റുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരെ ടാറ്റാ.